മുഴുനീള വേഷങ്ങളുടെ 2 മികച്ച ചിത്രങ്ങൾ നൽകിയ സംവിധായകൻ, നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള സംവിധായകൻ, സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സംവിധായകൻ പ്രിയനന്ദൻ. സാർ നമസ്കാരം, സ്വാഗതം. ഞങ്ങളിങ്ങനെ ചെറിയഞ്ചേട്ടൻ പറയായിരുന്നു, അത് ഇലക്ഷന് നിൽക്കുകയും അത് ഒരു ഉറപ്പായ പരാജയ സാധ്യതയുള്ള സ്ഥലത്ത് നിൽക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. പക്ഷെ ആ പരാജയപ്പെട്ടതിൻ്റെ ഒരു ചെറിയ ദുഃഖത്തിൽ നിന്ന് ഇമ്മീഡിയറ്റ് ഊരി വന്നത് നാഷണൽ അവാർഡിലേക്കാണ്. ഒരുപക്ഷെ ജയിച്ചിരുന്നെങ്കിൽ ഈ സിനിമകളിൽ അഭിനയിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു. പുലിജന്മം, നെയ്ത്തുകാരൻ 2 സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. പുലിജന്മത്തിന് മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് കിട്ടുന്നു. നെയ്ത്തുകാരന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും കിട്ടുന്നു. 2 കാര്യങ്ങളാണ് ഒരു ഇലക്ഷൻ കഴിയുന്നതിന്റെ വാലില് 2 കിട്ടുന്നത്. ആ സിനിമകളുടെ ഒരു തുടക്കവും കാണലും പരിചയപ്പെടലും ഒക്കെ എങ്ങനെയായിരുന്നു? അതിനു മുമ്പേ അറിയുമായിരുന്നു മുരളി സാറിന്? ഞാൻ മുരളിയേട്ടനൊക്കെ ഞാൻ തിയേറ്ററൊക്കെ നടക്കുന്ന കാലത്ത് എനിക്ക് മുരളിയേട്ടനൊക്കെ അറിയാം. നാടകം എന്നുള്ള രീതിയിലൊക്കെ അറിയാം. ഞങ്ങൾ വെള്ളിയാഴ്ച എന്ന് പറയുന്നൊരു നാടകത്തിന്റെ പോസ്റ്ററൊക്കെ ഞങ്ങൾ മുദ്രാരാർട്സായിട്ട് ഡൽഹിയിൽ പോയിട്ട് കമാനി ഓഡിറ്റോറിയത്തിൽ പോയപ്പോൾ അതിന് മുൻപ് അവരവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം തിയേറ്ററിൽ ഭയങ്കര ഗൗരവമായിട്ട് നിലനിന്നുള്ള അർത്ഥത്തിൽ മുരളിയേട്ടൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ സൂ സ്റ്റോറിയൊക്കെ പെരുങ്ങോട്ടുകര കളിക്കാൻ വന്നപ്പോൾ, അവിടെയൊക്കെ തൃപ്രയാർ കളിക്കാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ഗർഷോമിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു PT-യുടെ. അപ്പം അതാണ് മുരളിയേട്ടനെ നമ്മൾ നേരിട്ടിട്ട് കാണുന്നു എന്ന് പറഞ്ഞ പരിചയം എന്ന് പറയുന്നത് അതാണ്. പിന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നെ മുരളിയേട്ടനെ കാണാൻ പോകുന്നത്. എനിക്ക് അത്ര വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെയാണ് നമ്മൾക്ക് അങ്ങനെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് നിലനിൽക്കുന്ന കാലത്ത് നമ്മൾക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, ഇവരൊക്കെ എടുത്തിട്ട് പോയിട്ട് വരാനൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇങ്ങനെ എന്നെ കൊണ്ടുപോകുന്നത് VK ജോസഫാണ്. ഇങ്ങനെ VK ജോസഫേട്ടൻ കൊണ്ടുപോയിട്ട് എന്നെ പരിചയപ്പെടുത്ത്. അപ്പോൾ കഥ പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെപ്പെട്ടു. കഥ എന്നെ സംബന്ധിച്ചുള്ളത് പറയാൻ പറ്റുന്നില്ല. ഞാൻ വളരെ അത് മരിക്കുന്നവരെ എന്നെ ആ വാക്ക് പറഞ്ഞ് എന്നെ കളിയാക്കി ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, അല്ല എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, സ്ക്രിപ്റ്റ് ഉണ്ട്, അത് വായിച്ചിട്ട് മുരളിയേട്ടൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാനത് കാര്യമായിട്ട് നമുക്ക് നോക്കാൻ പറയാം, ഡീറ്റെയിൽ ചെയ്യാം. എനിക്കതല്ലാതെ അത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ വന്നു. ശരിക്കും എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബജറ്റാണ്. അപ്പം അതിലെങ്ങനെയാണ് സഹകരിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത്. ഒരുപാട് ലക്ഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ചോദിച്ച് അപ്പം അതിൻ്റെ ഒരു പ്രതിഫലത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതികളില്ല. അപ്പം സോനോടായാലും അങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൊരു സാമ്പത്തികമായിട്ടുള്ളൊരു അവസ്ഥ ആലോചിച്ചിട്ടൊന്നുമല്ല. ഒരു ചെറിയ സിനിമ ചെയ്യുന്നു, അതിലൂടെ നിങ്ങൾ സഹകരിക്കണം എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ബജറ്റിൽ നിന്നുകൊണ്ട് എങ്ങനെ സഹകരിക്കുന്നു എന്നുള്ളത്. പക്ഷേ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ തുടങ്ങുന്ന പ്രൊഡ്യൂസറെ മുങ്ങി എന്നുള്ളതാണ്. ആ ചെറിയ ബഡ്ജറ്റിന്റെ പ്രൊഡ്യൂസർ മുങ്ങി എന്നുള്ളതാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ? അത് പിന്നെ ആ സമയത്ത് ആരറിയില്ല, അയാൾ വന്നില്ല അന്ന്. അപ്പൊ അതിന്റെ കഥകളൊക്കെ വലിയൊരു സിനിമയ്ക്കുള്ള കഥകളാണ്. അപ്പൊ ഇയാൾ ശരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കഴിഞ്ഞപ്പോൾ ഇത് അയാൾ നമ്മളെ വഞ്ചിച്ചാണ്. അയാൾ കുറെ മാറ്റങ്ങൾ പറഞ്ഞു, സ്ക്രിപ്റ്റ് വായിച്ച് കുറെ മാറ്റങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. അത് നമ്മളൊന്നും അനുസരിക്കാൻ തയ്യാറായില്ല. അപ്പൊ ആദ്യ സിനിമ ചെയ്യുന്ന ഒരാൾക്ക് ഇത്ര അഹങ്കാരം പാടുണ്ടോ എന്നുള്ളതാണ് ആളുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നെ ഒരു പണി വെച്ച് തരാം എന്നുള്ള കണ്ടീഷനിലാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് സെക്കൻഡ് ദിവസം ഞാൻ മുരളിയേട്ടനോട് വളരെ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് പോയി പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. മുരളിയേട്ടൻ എൻ്റെ ഫോൺ നമ്പർ തരാം, കാര്യങ്ങൾ തരാം. അപ്പോഴേക്കും ആളുടെ തലയൊക്കെ നമ്മൾ മുണ്ടനം ചെയ്ത് ഏകദേശം ഒരു ദിവസത്തെ വർക്ക് നമ്മൾ കഴിഞ്ഞിട്ടുമുണ്ട്. ഞാൻ പറഞ്ഞു, മുരളിയേട്ടൻ ഇതിൽ ഉറപ്പിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ സിനിമ നമ്മൾ തീർക്കും, ഇതെങ്ങനെ വന്നാലും നമ്മൾ തീർക്കും, നിങ്ങൾ ഒപ്പം ഉണ്ടെങ്കിൽ. അങ്ങനെ ഒപ്പം നിന്നു എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒപ്പം നിന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് രാമനിലയത്തിലെ മുറി പോലും അടക്കി വന്നിട്ട് അവരൊന്ന് പറയുന്നത് ഇവിടുത്തെ പൈസ തീർന്നു, ഇനി നാളെ നിങ്ങൾ ഇറങ്ങിപ്പോണം എന്ന് ആളുകൾ പറയുന്നുണ്ട്. അവള് പറയടാ, ഒരു കപ്പലിൻ്റെ മിഠായി പോലും നീ എനിക്ക് മേടിച്ചു തരാൻ പറ്റുന്നില്ല എനിക്കിവിടെ. സാധാരണ നമ്മുടെ സിനിമ സെറ്റിൽ ഒരു കപ്പലിൻ്റെ മിഠായി. ഈ ഒപ്പം നിന്നാൽ തീർക്കാന്ന് പറയുമ്പോഴും സിനിമയുടെ ഒരു വലിയ ചെലവുകളില്ല. അത് എന്തായിരുന്നു അതിന്റെ ധൈര്യം? അപ്പം ധൈര്യം എന്ന് പറയുന്നത് ഒരു നാട്ടിൽ നാടകം കളിച്ചൊരു ബന്ധമുള്ള മനുഷ്യരായിട്ടുള്ള ഒരു ബന്ധമുണ്ട്.
അപ്പൊ ആ സമയത്ത് ദൈനംദിനമായിട്ടുള്ള ചെലവിനുണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കാം എന്ന് പറയുന്ന ഒരു ധൈര്യം, വിശ്വാസം, സൗഹൃദങ്ങളിൽ നിന്നുള്ളൊരു ധൈര്യം. സൗഹൃദങ്ങളിൽ നിന്ന്. പിന്നെ എന്താ വെച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ ഷനി എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. അയാൾ ഒരു 77 ഉറുപ്പ് എടുത്തു തന്നു. അപ്പൊ നമ്മൾക്കൊരു 10 ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നവരാണ്. അപ്പൊ അങ്ങനെ ഇതിൽ ഏറ്റവും വലിയ പറയാന്ന് വെച്ചാൽ നാട്ടിലെ ഒരാളുകളും ഇതിന്റെ പ്രൊഡ്യൂസർ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ തമാശ. ആ രീതിയിലാണ് വന്നത്. പിന്നെ ഇതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് ഇതിലെ SM ദാസ് എന്ന് പറയുന്ന ആൾ വരികയും നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സ്മൂത്തായി പോവുകയും ചെയ്തു. അത് പിന്നെ വേറെ ആൾ വന്ന് ഏറ്റെടുത്തു എന്നുള്ളതാണ്. പക്ഷെ ആദ്യത്തെ തവണത്തെ ഷൂട്ടുകളിൽ നമുക്കത് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കണ്ണൂരൊക്കെ വന്നിട്ട് അതിന്റെ ബാക്കി ഷൂട്ടിങ് വരുന്ന സമയത്തായിരുന്നു. അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുടെ സൗഹൃദം കൊണ്ട് പൂർത്തിയായതാണ്. പക്ഷെ ഈ സമയത്ത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആള് നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നടക്കില്ല.